ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർക്കിൾ ബേസ്ഡ് ഓഫീസറുടെ വേക്കൻസിയാണ് CBO റിക്രൂട്ട്മെന്റ് 2026. കേരളത്തിലും വേക്കൻസി ഉണ്ട്. അത് ഏതൊക്കെ വേക്കൻസിയാണ് എവിടെല്ലാമാണെന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അറിയാൻ പറ്റും. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നോട്ടിഫിക്കേഷൻ എന്റെ ലാപ്ടോപ്പിൽ തുറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 15 മിനിറ്റ് എടുത്ത്, അപ്പൊ നിങ്ങളുടെ മൊബൈലിൽ തുറക്കാൻ അതിനെക്കാട്ടി കൂടുതൽ സമയം എടുക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ ആണ്, വളരെയേറെ പേജ് ഉണ്ട്, അതുകൊണ്ട് അത് തുറക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാതെ കാര്യങ്ങളെല്ലാം ഞാൻ നോട്ടിഫിക്കേഷൻ കാണിച്ച് നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുമായിട്ട് സംസാരത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങളോട് ക്ലിയർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണും. ഒരുപക്ഷെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയില്ലെങ്കിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്ലൈ ലിങ്ക് കുഴപ്പമൊന്നുമില്ല, അത് ഇമ്മീഡിയറ്റ് ഓൺ ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനും പറ്റും. പക്ഷെ നോട്ടിഫിക്കേഷനിൽ അല്പം പ്രോബ്ലം. പക്ഷെ നിങ്ങൾക്കത് കാര്യമല്ല, ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നോട്ടിഫിക്കേഷനിൽ പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പൊ ഇതാണ് ഇവരുടെ നോട്ടിഫിക്കേഷൻ. റിക്രൂട്ട്മെന്റ് ഓഫ് സർക്കിൾ ബേസ്ഡ് ഓഫീസർ ഇവിടെ പറയുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണിത്. ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ തന്നിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഫീസ് ഫ്രം 29 ഇന്നോട്ട് തുടങ്ങി. 29 ജനുവരി 26 ടു 18 ഫെബ്രുവരി 26 വരെയുണ്ട്. നിങ്ങൾക്ക് 29 തീയതി ഇന്ന് തൊട്ട് അടുത്ത മാസം 18 തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഡൗൺലോഡ് കാൾ ലെറ്റർ ഫോർ ഓൺലൈൻ ടെസ്റ്റ് ഇൻ മാർച്ച് 26. മാർച്ചിൽ നിങ്ങൾക്ക് ആ ഓൺലൈൻ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ പെർമനന്റ് ജോബാണ്. പെർമനന്റ് ജോബ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് ചില മാനദണ്ഡങ്ങളുണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ടെസ്റ്റ്, ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. ബാക്കി ഏതൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് താഴോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓൺലൈൻ ടെസ്റ്റ് നിങ്ങളുടെ മാർച്ച് 26 ടെൻറ്ററ്റീവ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് സെലക്ഷൻ പ്രോസസ്. എലിജിബിൾ കാൻഡിഡേറ്റ് ആർ റിക്വയർഡ് ടു രജിസ്റ്റർ ഓൺലൈൻ ഫോർ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് വിച്ച് വിൽ ബി ഹെൽഡ് ഇൻ 4 ഫേസ്. 4 ഫേസ് ആയിട്ടാണ്. 4 കാര്യങ്ങളുണ്ട്. 1 ഓൺലൈൻ എക്സാമിനേഷൻ, 2 സ്ക്രീനിങ് ഉണ്ട്, 3 ഇന്റർവ്യൂ ഉണ്ട്, 4 ലോക്കൽ ലാംഗ്വേജ് പ്രൊവിഷൻസി. ഈ ലോക്കൽ ലാംഗ്വേജ് പ്രൊവിഷൻസിയെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ മലയാളത്തിലൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, നമ്മളത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മലയാളം സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 10ലും 11ലും 12 നിങ്ങൾക്ക് മലയാളം സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പേടിക്കേണ്ട. ആ ഒരു പ്രൊവിഷൻസി ടെസ്റ്റ് നിങ്ങൾക്കില്ല. സ്ക്രീനിങ് ഉണ്ട്, അത് അവരുടെ കാര്യം. സ്ക്രീൻ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്, 2ാമത് ഇന്റർവ്യൂ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇവിടെ വേക്കൻസിയെ പറ്റി പറയുന്നുണ്ട്. അമരാവതി ആന്ധ്രാപ്രദേശിൽ ഇത്ര വേക്കൻസി ഉണ്ട്, 97 ഉണ്ട്. ബാംഗ്ലൂർ 200 ഉണ്ട്. പിന്നെ ഭോപ്പാൽ 97 ഉണ്ട്. ഭുവനേശ്വർ 80 ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ ചെന്നൈയിൽ 165. ഏറ്റവും കൂടുതൽ വേക്കൻസി എനിക്ക് തോന്നുന്നു ചെന്നൈയിലാണ്. ഗാന്ധിനഗർ കഴിഞ്ഞാൽ ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി. പക്ഷെ നിങ്ങൾ ചെന്നൈയിൽ, നിങ്ങൾക്ക് തമിഴ് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് തമിഴ് അറിയത്തിൽ പ്രൊവിഷൻസി ആ ഒരു ടെസ്റ്റ് വരും. അതുകൊണ്ട് നിങ്ങൾ ചെന്നൈയിൽ അപ്ലൈ ചെയ്യലും. നിങ്ങൾ തിരുവനന്തപുരത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ജയ്പൂർ, കൊൽക്കത്ത, ലക്നൗ, മഹാരാഷ്ട്ര, മുംബൈ, ന്യൂഡൽഹി, തിരുവനന്തപുരം. ഇവിടെ തിരുവനന്തപുരം കാണിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപിന്റെ ഇവിടെ വരുന്ന നമ്മുടെ, അതായത് ഈ ഒരു 50 വേക്കൻസി ഉണ്ട്. 50ഉം 29ഉം 79 വേക്കൻസി കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ 29 എന്ന് പറയുമ്പോഴത്തേക്ക് SC ST PWD PWD എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വരുന്നത്. ടോട്ടൽ എത്രയുണ്ട്? 2300ഓളം വരുന്നുണ്ട്. ഏതാണ്ട് 2300ഓളം ടോട്ടൽ വേക്കൻസി വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ 79 വേക്കൻസി ഉണ്ട്. ആപ്ലിക്കബിൾ ഓൺലി ഫോർ കാൻഡിഡേറ്റ് ഹു ഹാവ് സ്റ്റഡീഡ് ആൻഡ് പാസ്ഡ് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്. നിങ്ങൾ ഇംഗ്ലീഷ്, അത് നമ്മുടെ ഒരു ലാംഗ്വേജ് തീർച്ചയായിട്ടും ഇംഗ്ലീഷാണ്. അതുകൊണ്ട് നമ്മളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും.
ബാക്കി ഇവിടെ അധിക കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ താഴോട്ട് വരിക. കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു അപ്ലൈ ഫോർ വേക്കൻസി 1 സർക്കിൾ. നിങ്ങൾ ഒരു സർക്കിളിലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒരു സർക്കിളിൽ അപ്ലൈ ചെയ്തിട്ട് വേറൊരു സർക്കിളിൽ പോയി അപ്ലൈ ചെയ്താൽ രണ്ടും നിങ്ങളുടെ റിജക്റ്റ് ആവും. അതുകൊണ്ട് ഒരു സർക്കിളിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ബാക്കി ഇമ്പോർട്ടന്റ് നോട്ട് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. OBC കാറ്റഗറിക്കുള്ള ആ ഒരു കൺസിഡറേഷൻ ഒക്കെയാണ് പറയുന്നത്. ഇവിടെ എലിജിബിലിറ്റി ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. അത് അടുത്തായിട്ട് പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എസെൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, അതായത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിനാ പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറയുന്നു, BAയോ BSCയോ BCOMോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഏജ് ലിമിറ്റ്, നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ഏജ് കൺസിഡറേഷൻ പറയുന്നുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് 5 വർഷത്തെ ഉണ്ട്. അതർ ബാക്ക്വേർഡ് കാസ്റ്റസിന് 3 വർഷത്തെ ഉണ്ട്. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് BWBD, SC/STക്ക് 15 വർഷം, PWBD OBCക്ക് 13 വർഷം, PWBD ജനറൽ EWSന് 10 വർഷമുണ്ട്. അതുകൂടാതെ എക്സ് സർവീസുമാന് 5 വർഷമുണ്ട്. ഇപ്പൊ ഈ ഒരു കൺസിഡറേഷൻ നിങ്ങൾക്കുണ്ട്. ബാക്കി ഇവിടെ ഡിസബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അത് ആ ഒരു കാറ്റഗറി വരുന്നവർ അതിനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചാൽ മതി. പിന്നെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ്, മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. As an officer in any scheduled commercial bank or any region rural bank are listed in second schedule or reserve. നിങ്ങൾ എവിടെങ്കിലും എക്സാം എഴുതി അതിന്റെ ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റാതെ. പിന്നെ SBIയിൽ വർക്ക് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത്. ഇനി നമുക്ക് ലോക്കൽ ലാംഗ്വേജിനെ പറ്റി എന്താണ് പറയുന്നത്? ദ കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഫോർ വേക്കൻസീസ് ഓഫ് എ പർട്ടിക്കുലർ സർക്കിൾ ഷുഡ് ബി പ്രൊവിഷൻഡ് റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ മലയാളികളായ നമുക്ക് മലയാളം റീഡിംഗ് വായിക്കാൻ അറിയണം, നമുക്ക് എഴുതാൻ അറിയണം, അണ്ടർസ്റ്റാൻഡിങ് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതൊക്കെ ഉള്ളവരാണ് നമ്മൾ. അപ്പൊ ഇതിനെപ്പറ്റി നമുക്കധികം കാര്യങ്ങളില്ല. ഇനി വൺ ഓഫ് ദ സ്പെസിഫൈഡ് ദി ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദാറ്റ് സർക്കിൾ. അത് നിങ്ങൾ ഏത് സർക്കിൾ, നിങ്ങൾ കേരളത്തിലായതുകൊണ്ട് കേരളത്തിലെ മലയാളമാണ്. ഇവിടെ പിന്നെ പറയുന്നുണ്ട് candidate who fail to qualify this test will be not be offered appointment. Candidate who produce 10th or 12th standard mark sheet certificate evidencing having student the specific option local language of the നിങ്ങൾ 10ലെയും 12ലെയും നിങ്ങൾ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ അതിന്റെ ഫോട്ടോകോപ്പി സമർപ്പിച്ചാൽ നിങ്ങളെ ആ ഒരു പ്രൊഫഷൻ ടെസ്റ്റിൽ നിന്ന് നിങ്ങളെ മാറ്റും. അതാണ് പറയുന്നത്. ഇനി ഡിസബിലിറ്റിയുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി ടെസ്റ്റിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. താഴെ വരുമ്പോൾ നമുക്ക് ടെസ്റ്റ് എന്താ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്ലീസ് നോട്ട് ദാറ്റ് ചേഞ്ച് ഓഫ് ദ കാറ്റഗറി വിൽ നോട്ട് ബി പെർമിറ്റഡ് എനി സ്റ്റേജ് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓഫ് ഓൺലൈൻ. നിങ്ങൾ ഇതിൽ നിന്ന്, അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൽ പല മാറ്റങ്ങൾ വരുത്താൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? കാൻഡിഡേറ്റ് ബിലോങ് ടു OBC കാറ്റഗറി, അത് പോട്ടെ. സെലക്ഷൻ പ്രൊസീജിയർ ആണ് ഇവിടെ പറയുന്നത്. സെലക്ഷൻ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ഓൺലൈൻ ടെസ്റ്റ്. നിങ്ങൾക്കൊരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ ആദ്യം തന്നെ പറയുന്നു, അതിന്റെ സ്ക്രീനിങ് ആൻഡ് ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. ഓൺലൈൻ ടെസ്റ്റ് വിൽ ബി കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും 120 മാർക്ക് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഓഫ് 50 മാർക്ക്. ഇവിടെ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 30 മാർക്ക് കിട്ടും, 30 മിനിറ്റ് ഉണ്ട്. ഇവിടെ ബാങ്കിങ് നോളേജിന്റെ 40 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും. ജനറൽ അവയർനെസ് എക്കണോമിയുടെ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 30. അത് ഓരോന്നിന്റെ അനുസരിച്ച് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് 20ന്റെ ഉണ്ട്, 20 മാർക്ക് ഉണ്ട്, 20 മിനിറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 120 ക്വസ്റ്റ്യൻ ഉണ്ട്, 120 മിനിറ്റ് ഉണ്ട്, 2 hours നിങ്ങൾക്ക് കിട്ടും. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യണം. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ജനറൽ EWS OBC നിങ്ങൾക്ക് 750 രൂപ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കണം. ബാക്കിയുള്ള SC/ST PWBDക്ക് നിങ്ങൾക്ക് നില്ലാണ്, ഒന്നും കൊടുക്കണ്ട. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾക്ക് ബാങ്ക് വിൽ അറേഞ്ച് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് PET ഓൺലൈൻ മോഡ്. നിങ്ങൾക്ക് ഓൺലൈൻ മോഡിൽ പ്രീ എക്സാമിനേഷൻ ടെസ്റ്റ് അവർ നടത്തും. അതിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട്. ഹൗ ടു അപ്ലൈ, നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഇവിടെ അവരുടെ ഇത് ഗൈഡ് ലൈൻസ് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ പറയുന്നുണ്ട്. ഈ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്ലൈ ലിങ്കിലേക്ക് പോകുന്നോന്ന് നമുക്ക് നോക്കാം.
ഞാൻ തന്നിരിക്കുന്ന ഇതും തന്നേക്കാം. ഞാൻ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് തന്നേക്കാം. അപ്പോഴത്തേക്ക് അപ്ലൈ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പേജിലേക്കാണ് ഞാൻ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ കൊമേഴ്ഷ്യൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ 29 ഇന്ന് തൊട്ട്, ഇന്ന് ഈ വീഡിയോ രാവിലെ ഞാൻ സബ്മിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് ഇന്ന് തൊട്ട് ഇത് തുടങ്ങി. ക്ലോസർ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ 18 ഫെബ്രുവരി 18 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലോസർ ഫോർ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആയിട്ട് 18/2 വരെ അതിന്റെ എഡിറ്റിംഗ് ഉള്ളു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് പ്രിന്റിംഗ് ഒരു ആപ്ലിക്കേഷൻ 5 വരെ, മാർച്ച് 5 വരെ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. ഇനി ഓൺലൈൻ ഫീ പേയ്മെന്റ് 29/1 തൊട്ട് 18/2 വരെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഇതാണ് നിങ്ങളുടെ അപ്ലൈ ചെയ്യുവാനുള്ള ഒരു ഇത് വരുന്നത് പോർട്ടൽ. ഇതാണ് ഇവിടെ നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ആൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് അറിയാമെങ്കിൽ അത് കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതല്ല നിങ്ങൾ ഇതുവരെ SBIയുടെ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ആൻഡ് എഗ്രിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ ഈ നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നാളെ തുറക്കുമ്പോഴത്തേക്ക്, ഇന്ന് 28 ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന 22 അതുകൊണ്ടാണ് ഇത് ഇവിടെ പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. 29 നാളെ ഇത് തുറക്കും. അവരുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നാളെ ഇത് ഓപ്പൺ ആകും. അപ്പൊ ഇവിടെ ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അവിടോട്ട് തന്നെ വരുന്നത്. കാര്യം ഇത് ഓപ്പൺ ആയിട്ടില്ല. 29 പറയുന്നത്. ഇവിടെ നോക്ക്, ഇന്ന് 28. ഞാൻ ഈ ചെയ്യുന്നത് 28 ജനുവരിയാണ്. അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആകാത്തത്. അപ്പം നിങ്ങൾ ചെയ്യുക. ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും തടസ്സം വരുന്നുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ കാര്യങ്ങളിൽ നിങ്ങൾ ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഞാൻ ഒരു കമന്റ് പോലും ഉപേക്ഷിക്കത്തില്ല, ഒരു കമന്റ് പോലും വിട്ടുകളയത്തില്ല. ആരെങ്കിലും എന്നോട് സഹായം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അത് കണക്ക് തന്നെ അവരെ സഹായിച്ചിരിക്കും. നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാനൊരു ചെറിയ കമന്റ് പോലും അവോയ്ഡ് ചെയ്യത്തില്ല. എന്നെ തെറി വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും തിരിച്ച് തെറി വിളിച്ചിരിക്കും. എന്നെ ഏത് തരത്തിൽ പറയുന്നു അത് കണക്ക് ഞാൻ തിരിച്ചു പറഞ്ഞിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അതിന് ആൻസർ തന്നിട്ടേ ഞാൻ ഇരിക്കത്തുള്ളൂ. ചിലപ്പോൾ 1 മണിക്കൂറോ ചിലപ്പോൾ അരമണിക്കൂറോ ഒക്കെ ഞാൻ വീണ്ടും ഒരു കമന്റ് കാണാൻ വേണ്ടി എടുത്തെന്നിരിക്കും. അതുകൂടാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.